1978 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിന്റെ മുമ്പിലാണ്. അതിന്റെ 47 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നത്. അതിലധികം വളരെയധികം വിഷമമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാനിത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. അതുകൂടെ എനിക്കൊന്ന് അനുഭവിക്കാം. ഇത്തരം എന്താ പറയണ്ട ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എന്റെ ശരിയും എന്റെ യുക്തിയും എന്റെ ബുദ്ധിയുമാണ്. മഹാദേവ, നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അടുത്തത്, ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതിന് ഒളിച്ചോടി പോയിട്ടില്ല. എന്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകൾ എന്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോസ്, അതൊരു 3D ഫിലിമാണ്. അതിന്റെ ഫൈനൽ വീക്സ് നടക്കുന്ന സമയമാണ്. വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല. എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു. കാര്യം ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇറക്കട്ടാ ആ സാധനം ഇറക്കി കണ്ടു നോക്കി. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, അല്ലാതെ വേറെ കാരണങ്ങൾ കൊണ്ടല്ല. സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു. കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. ഇതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്റെ സിനിമയെ പറ്റി. അപ്പൊ എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇതൊരു 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജ് അല്ല, യുവനടന്മാരിൽ പെടുന്ന ഒരാൾ. യുവനടന്മാരിൽ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെ പറ്റിയാണ്. അപ്പം അതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, അതൊരു എന്താ പറയാ, ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല. അതൊരു ഫാമിലി, ഒരു കുടുംബം പോലെയാണ്. 500 പേരുള്ള ഒരു ഫാമിലി. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ആശയമാണ്. ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ. ഞങ്ങളെല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്താ കാരണം നിങ്ങൾക്കറിയാം, എന്നെക്കാളും കൂടുതൽ. അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിൽ തെറ്റുകളുണ്ടാകാം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയായി മാറണം. എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത്. കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എന്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ്. ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിന്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം. എന്നിട്ട് 100% ഞാൻ യോജിക്കും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. പോലീസ് അന്വേഷിക്കട്ടെ. 10,000-കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ജീവൻ തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ്. അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണിത്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്.
അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവർ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല, ഞാൻ പറയില്ല. വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു.